ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എനിക്ക് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഇന്നലെ എനിക്ക് വയ്യായിരുന്നു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയി. ഇവിടേക്ക് ഇഞ്ചക്ഷൻ കുത്തിയിട്ട് 2 ദിവസമായിട്ട് മാറി മാറി കുത്തിയൊരു പരിവായി. ഇപ്പോഴും എനിക്ക് വയ്യ. ബട്ട് സ്റ്റിൽ എനിക്കിതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നി. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഇന്നലെ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ പല്ല് ടൈറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണം തോന്നി. മസാല ദോശ കഴിക്കാൻ തോന്നി. ഞാൻ ആദ്യം പത്തൻസിൽ പോയപ്പം അവിടെ എനിക്ക് 2 വീലറിന് പാർക്കിംഗ് കിട്ടിയില്ല. ഞാൻ നേരെ ഭാരതിൽ വന്നു. ഭാരതിയിൽ ഞാൻ പാർക്കിംഗ് എടുത്ത് അകത്ത് കയറിയപ്പം 4 പേര് ഇരിക്കേണ്ട ചെയറായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കണ്ടായിരുന്നു. അപ്പോൾ 2 പേര് വന്നു. എന്നോട് ചോദിച്ചാൽ വേറെ ആൾക്കാരുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞില്ല. അപ്പം അവരെൻ്റെ ഒപ്പം ഇരുന്നു. ഒരാളെൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നു, ഒരാളെൻ്റെ സൈഡിലിരുന്നു കേട്ടോ. പിന്നെ അവരങ്ങനെ സംസാരിച്ചു. ഞാനപ്പം ഫോണിൽ നോക്കി കുറച്ച് നേരം ഇരുന്നു. അപ്പം എൻ്റെ ഓപ്പോസിറ്റുള്ള ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഇറ്റ്സ് ഓക്കെ, വെരി ഫൈൻ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അവരെൻ്റെ പേരൊക്കെ ചോദിച്ച് ഞാൻ വർക്ക് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മളങ്ങനെ സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ദേ പെയ്ഡ് മൈ ബിൽ ഓൾസോ. എൻ്റെ മസാല ദോശ ആൻഡ് 1 കോഫിയുടെ ബില്ല് അവരാണ് കൊടുത്തത്. ഇപ്പോഴും എനിക്കറിയില്ല അതിന് എത്രയാണ് എമൗണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ആക്ച്വലി അവർ 15+ ഉണ്ട് 2 പേരും. അത് പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാണ്. പക്ഷെ കണ്ടാൽ അറിയില്ല കേട്ടോ, ഭയങ്കര ഹെൽത്തൊക്കെ നോക്കി നല്ല സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലൊക്കെ നല്ല ഹാൻഡ്സമായിട്ടുള്ള 2 പേർ തന്നെയായിരുന്നു. ആൻഡ് ഫൈൻ. അവരിവിടെയല്ല, അബുദാബിയാണ്. ഇങ്ങോട്ട് എന്തോ വന്നതാണ്. ഞാനിപ്പം ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരെന്നെയും ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഓൾസോ എന്നെ നല്ല പരിചയമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ ഹൈ എനർജി ആൻഡ് മൈ ലോ എനർജി. പക്ഷെ ഇവർക്ക് അതങ്ങനെ മനസ്സിലാവേണ്ട ആവശ്യമില്ല. ദേ ഡോണ്ട് കെയർ അബൌട്ട് മീ അല്ലേ. ബട്ട് അവർ സംഹൗ അവർക്ക് മനസ്സിലായി ദാറ്റ് ഞാൻ സിക്കാണ്, ഐ എം നോട്ട് ഫീൽ ഗുഡ്, ഐ എം ടയേർഡ്. ദേ ടേക്ക് കെയർ മീ വെരി വെൽ. ആ കുറച്ച് സമയം കൊണ്ട് ദേ ടോൾഡ് മീ ടേക്ക് റെസ്റ്റ്, വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ, ജ്യൂസൊക്കെ കുടിക്കുക, ഹെൽത്ത് നോക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ആൻഡ് അതായത് നമ്മുടെ ഇന്നത്തെ വേൾഡിൽ നമ്മൾ പറയില്ല, ഒട്ടും എമ്പത്തി ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ആക്ച്വലി. ബട്ട് സം പീപ്പിൾസ് ആർ ദർ വിത്ത് സം പ്യുവർ ഹാർട്ട് ഓർ കൈൻഡ് ഹാർട്ട് ഓർ സംതിങ്. എനിക്ക് ഇപ്പം ഞാൻ ഇന്നലെ അവിടെ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ടായിരിക്കും ഞാൻ കഴിക്കുന്നുണ്ടാവുക. പക്ഷേ ആക്ച്വലി ദാറ്റ് 2 മാൻസ് മെയ്ഡ് മൈ ഡേ വെരി ഗുഡ്. എനിക്ക് നല്ല പ്ലഷറായിരുന്നു, ഹാപ്പി ആയിരുന്നു, ഐ ഫീൽ ഗുഡ് ആക്ച്വലി. അവരത് മനസ്സിലാക്കി. ഞാൻ പറയണേറ്റും അല്ലെങ്കിൽ എൻ്റെ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ അവരത് മനസ്സിലാക്കി. വെരി കൈൻഡ് ടു മീ അങ്ങനെയൊക്കെ. ഇപ്പം അവിടെ ഇരുന്ന്, അതായത് ഞാൻ ഭയങ്കര ലോ എനർജിയിലാണ് അവിടെ കയറിയിരുന്നത്. ബട്ട് അവർ തന്ന ആ ഒരു കൈൻഡ്, ആ ഒരു ഇറ്റ്സ് ഓക്കെ, ആ ഒരു സാധനം കൊണ്ട് ഐ ഫീൽ ഗുഡ്. ഞാൻ ആ ഹോട്ടലിൽ കയറുമ്പോഴുള്ള ഞാനും ഇറങ്ങുമ്പോഴുള്ള ഞാനും ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. അതെനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് പിന്നെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഓക്കെ, ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ, ബി കൈൻഡ് അല്ലേ. നമ്മുടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ അടുത്ത്. ഇപ്പം നമ്മൾ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഒരാളെ കാണുമ്പം ഇഫ് ദേ നോട്ട് ഫീൽ ഗുഡ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ലെറ്റ്സ് ഗിവ് സം ടൈം ടു അവരുടെ അടുത്തൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അറിയോ ഓക്കെ, ഒരു ഇറ്റ്സ് ബിഗ് മീനിങ് ആക്ച്വലി. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കും ഐ ഓൾസോ ഫീൽ അങ്ങനെ വന്നു. ആൻഡ് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകിയൊരു മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇഫ് നമ്മൾ ഈ
someone deserve kind, you should give them. ലോകത്തുള്ള എല്ലാവരുടെ അടുത്തും കൈൻഡായിട്ട് ബിഹേവ് ചെയ്യണമെന്നോ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമല്ല. ഇഫ് ദേ ഡിസേർവ് സംതിങ് യു ഷുഡ് ഗിവ്. അതായത് ഒരാൾ നമ്മളിൽ നിന്നൊരു ദയ അർഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക. ആൻഡ് ദേ ഡിസേർവ് കൈൻഡ്, യു ഷുഡ് ഗിവ് ദം. അത്രയും എനിക്ക് പറയാനുള്ളൂ. എനിക്കിതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണ്ടോ എനിക്കറിയില്ല. ഇനി ഞാൻ അവരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അവരുടെ ഫേസൊക്കെ. ഇനി ഞാൻ അവരെ കാണില്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദേ മെയ്ഡ് മീ ആക്ച്വലി കുറച്ച് സമയം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കുറച്ച് സമയം എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ഐ ഫീൽ വെരി ഗുഡ് ആൻഡ് റിലാക്സ്ഡ്. എനിക്ക് നല്ല ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട് എന്ന് നമ്മുടെ ലൈഫിലത്തെ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റിൽ കൂടെ തന്നെ നമുക്കിങ്ങനെ മനസ്സിലാവില്ല. ഓക്കെ, കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ട്, ഒരു എമ്പതി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പം ഒരു ഫീൽ ഗുഡ് ഉണ്ട്. എനിക്കതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നി. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ആൻഡ് എനിക്ക് അവസാനമായിട്ടും പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഇഫ് someone deserve kind or respect, you should give them. or എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കേണ്ടിയും എല്ലാവരെയും നമ്മൾ കൈൻഡായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് ദേ ഡിസേർവ് യു ഷുഡ് ഗിവ് ദം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തോ എനിക്കിതിവിടെ ഇങ്ങനെ പറയണമെന്ന് തോന്നി. ദാറ്റ്സ് ഇറ്റ്. ബൈ ഗൈസ്.